ഡേ 24 ഓഫ് 75 ഹാർഡ് ഡേയ്സ് ചലഞ്ച്. ഇന്ന് നമുക്ക് ടോക്സിക് പാരന്റിങ്ങിനെ കുറിച്ച് സംസാരിക്കാം. എന്താണ് ഈ ടോക്സിക് പാരന്റിങ് എന്ന് പറയുന്നത്? ഫിസിക്കലി, മെന്റലി, ഇമോഷണലി നമ്മളെ കുട്ടികളെ നമ്മൾ അബ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ ടോക്സിക് പാരന്റ് എന്ന് പറയും. ഇതൊക്കെ മനസ്സിലായിട്ട് ഒരു കുട്ടി അവരുടെ പാരന്റിൻ്റെ അടുത്ത് പറയുകയാണ് ഇതൊക്കെയാണ് എന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അവർ റെസ്പോണ്ട് ചെയ്യാം, ഞാൻ നിനക്ക് അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്, നിന്നെ പഠിപ്പിച്ചില്ലേ, ഫുഡ് തരുന്നില്ലേ, ഇതൊക്കെ ആയിരിക്കും പറയാം. ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ അവർ പെരുമാറുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇമോഷണലി ഭയങ്കരമായിട്ട് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് എനിക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുക, അച്ഛ അമ്മ എന്ന് പറയുന്ന സമയത്ത് അതൊന്നും ചെയ്യാതിരിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ടാവില്ലേ? ഇങ്ങനെ ഇമോഷണലി നമുക്ക് തീരെ അവൈലബിൾ അല്ലാതിരിക്കുമ്പം ആ കുട്ടി ഒബ്വിയസ്ലി ഒരുപാട് ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് പോകും. ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് അവരുടെ അടുത്ത്, നമ്മളെ പാരൻസിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ഒബ്വിയസ്ലി എല്ലാവരും മാറിക്കൊള്ളണമെന്നില്ല. പലപ്പോഴും ഈ ഒരു ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ ഇവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതായിരിക്കും. അവർ ഫേസ് ചെയ്ത ഈ ഒരു ട്രോമാസ് അവരുടെ മക്കളിലേക്ക് അവരെന്ത് ചെയ്യും, ഇൻജെക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ന്യൂ ബോൺ പാരൻസിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ ഫേസ് ചെയ്ത ട്രോമാസും കാര്യങ്ങളും നമ്മളെ മക്കളിലേക്ക് ഇൻജെക്റ്റ് ചെയ്യാതിരിക്കുക. അവർക്ക് എപ്പോഴും ഒരു ഇമോഷണലി അവൈലബിൾ ആയിട്ടുള്ള ഒരു പാരൻ്റ് ആവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക.